ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പം എല്ലാവരും ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടോളി. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം കർക്കിടക മാസമാണല്ലോ അല്ലേ? എല്ലാവരും മരുന്നൊക്കെ കുടിക്കുന്ന ഭയങ്കര തിരക്കിലാവൂലേ? പലതരം മരുന്നുകളുണ്ടല്ലോ അല്ലേ അപ്പം. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ഉലുവക്കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കർക്കിടക്കഞ്ഞി എന്ന് പറയും, ഉലുവക്കഞ്ഞി എന്ന് പറയും. അപ്പോൾ ഈ ഉലുവക്കഞ്ഞിയിലായാലും കർക്കിടക്കഞ്ഞിയിലായാലും രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പം അതിലൊക്കെ ഒരുപാട് സംഭവങ്ങളും ഇടും, പല ധാന്യങ്ങളൊക്കെ ഇടും. പക്ഷെ മക്കൾ അതൊക്കെ ഇട്ടാൽ ചിലപ്പം കുടിക്കൂല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഉലുവക്കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുടിച്ചാൽ നമ്മളെ ശരീരവേദനയും കാൽമുട്ട് വേദനയും ഷുഗർ പ്രഷർ ഉള്ള എല്ലാവർക്കും നല്ലതാണ് കേട്ടത്. അപ്പോൾ നമ്മൾ പ്രസവിച്ച ആൾക്കാരൊക്കെ എല്ലാ വർഷവും ഇതിനായി ഒരു മാസത്തേക്ക് കാത്തു നിൽക്കൂലേ? എന്തൊക്കെ മരുന്ന് കുടിക്കാൻ പല ജാതി പൊടികളും ഒക്കെ ഈ ഒരു മാസത്തിലാണല്ലേ ഉണ്ടാക്കുക, തിന്നലൊക്കെ. അപ്പോൾ അതിനായിട്ട് സ്വന്തം വീട്ടിലൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവക്കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഉലുവ ഞാൻ അളന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്ക് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുമ്പം അങ്ങനെ കൊടുക്കുന്നവർ നല്ലതാണല്ലോ അല്ലേ? അപ്പം ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂറിലേറെ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ മതി. പിന്നെ ആ ഒരു വെള്ളം നല്ലോണം കഴുകി വൃത്തിയാക്കിയ ഉലുവ ഞാൻ വെള്ളം പാർന്നതല്ലേ, അപ്പോൾ ആ വെള്ളത്തോടൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ടത്. പിന്നെ അതാ നമ്മൾ നല്ലൊരു തേങ്ങാപ്പാൽ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് പാലാണ് കേട്ടോ ഞാൻ ആദ്യം ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് നമ്മളെ നെല്ലുത്തേരിൻ്റെ അരി ഉണ്ടല്ലോ, അതും ഞാൻ കുറച്ചൊരു പിടി അതും ഞാൻ നല്ലോണം കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 നമ്മളെ ഏലക്കായ് അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം 2-3 അടിഞ്ഞാൽ തന്നെ ഇത് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഇതിന് നമുക്കൊരു 4 ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് മധുരം കുറയ്ക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ മരുന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓവർ മധുരമൊന്നും നല്ലതല്ല. അപ്പം വേണമെങ്കിലും മക്കൾക്കൊക്കെ ഇനി ഒന്ന് അധികം മധുരം വേണമെങ്കിൽ അത് വേറെ തന്നെ ആക്കിയിട്ട് കൊടുക്കട്ടോ. അപ്പം നല്ലതാണിത്. നമ്മൾ ഈ മാസമൊക്കെ എല്ലാവരും കർക്കിടക മാസം ആവാൻ കാത്തു കുത്തിരിക്കൂലേ ഈ ഒരു ഉലുവക്കഞ്ഞും ഒക്കെ കുടിക്കാൻ. അപ്പോൾ അതാ നമ്മളെ ഉലുവൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ പണ്ട് പ്രസവിച്ച് കിടക്കുമ്പം എൻ്റെ പ്രസവത്തിൻ്റെ മുന്നേ എൻ്റെ താത്തൊക്കെ പ്രസവിച്ച ആ ഒരു സമയത്തൊക്കെ പ്രസവിക്കുമ്പോൾ ഉലുവൊക്കെ കുടിക്കുമല്ലോ അല്ലേ? ഉലുവൊക്കെ പിഞ്ഞി കൊടുക്കുന്നതാണ്. പക്ഷെ ആ ചണ്ടി മൊത്തം അവർ വലിച്ചെറിയില്ല. എനിക്ക് ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഈ തെങ്ങിൻ്റെ തടത്തിൽ എത്രങ്ങാനും ഉലുവ ഇവർ പിഞ്ഞി അതിൻ്റെ നീര് മാത്രം എടുക്കുള്ളൂ. പക്ഷേ ഞാനൊക്കെ പ്രസവിക്കുന്ന സമയത്തൊക്കെ എനിക്കൊരു പെണ്ണുങ്ങൾ വന്നത് ഉലുവ ഇതുപോലെ നല്ലോണം വേവിച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കും. ഞാനാ പറയട്ടെ, എനിക്ക് ഉലുവക്കഞ്ഞി വേണ്ടാന്നറിയും. എൻ്റെ താത്ത കുടിക്കുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും കണ്ണിൽ കാണും കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ പറയും എനിക്കത് വേണ്ടാന്നറിയില്ല. അപ്പോൾ എന്നോട് ആ താത്ത പറയും, ഞാൻ തരുന്ന ഉലുവക്കഞ്ഞി കഴിക്കുകയാണെങ്കിൽ ഇജ്ജ് കുടിക്കേ വേണ്ട, നാളെ ഞാൻ ഉണ്ടാക്കൂല എന്ന് പറയട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി തന്നത് ഇതുപോലാണ് കേട്ടോ. നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി തരും കേട്ടോ. എന്ത് സാധനം നമുക്ക് കഴിക്കണം, നമ്മൾ കൊടുക്കുന്ന ആൾ കഴിക്കണം എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ അതുപോലാണ്ട് ഞാൻ ഉലുവ കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ ഒരു കയ്പ്പ് പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ 2 ട്രിപ്പൊക്കെ ആയിട്ട് ഉലുവ ഞാൻ ചൂടാറിയപ്പോൾ നല്ലോണം മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ ഫസ്റ്റ് പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി കേട്ടോ, അതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കട്ടമായിട്ടുണ്ടാവും. നമ്മളിത് അതുപോലെ ഒന്നിങ്ങനെ ഇളക്കിയാലാണ്ട് നല്ലോണം അങ്ങോട്ട് ലൂസാവുള്ളൂ. അപ്പം അതാ നമ്മളെ ശർക്കര പാത്രത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. തിളച്ച വെള്ളം തന്നെയാണ്. അപ്പോൾ നമ്മൾ പിന്നെ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുകയേ ചെയ്യരുത് കേട്ടോ. അപ്പം എന്തോ ഒരു വേറിട്ട മാതിരി നിൽക്കും. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക.
നമുക്ക് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം തന്നെ ഇതിൽ ഒഴിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് ഇങ്ങനെ ലൂസാക്കുക. അപ്പം പിന്നെ ഇത് ഞാൻ ലേശം ഒരു പാത്രത്തിലൊക്കെ എടുത്ത് വെക്കാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് നാളെയും കുടിക്കാന്നുള്ളതിൽ ഇന്ന് പിന്നെ ഞാൻ ഉദ്ദേശിച്ച ആർക്കെങ്കിലും രണ്ടാക്കിട്ടോ എന്നെ കൊടുക്കണം എന്ന് വിചാരിച്ചവർക്കും കൊടുത്താൽ പിന്നെ നമ്മൾ ഈ ഉലുവക്കഞ്ഞി കഴിയും കേട്ടോ. അപ്പം കുറേ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കുടിക്കുമോ എന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ അത് ഇത്തിരി അങ്ങോട്ട് മാറ്റിച്ച് ഇന്ന് ഇത്തിരി കുടിച്ചാലൊക്കെ അത് തീരും കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് നല്ല നമ്മളെ മിൽമ നെയ്യിൽ തന്നെ കുറച്ച് ചെറിയ ഉള്ളി നല്ലോണം മൂപ്പിച്ചിട്ട് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യം നമ്മളെ മക്കളൊക്കെ കുടിക്കുകയാണെങ്കിൽ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് അങ്ങനെ തന്നെ കുടിക്കുന്നതാണ് കേട്ടോ. നല്ല കുറച്ച് നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം പിന്നെ ഞാൻ മക്കളൊക്കെ കുടിക്കാനുള്ളതല്ലേ, ഓരോ ഗ്ലാസ് 1-2 ഗ്ലാസ്സൊക്കെ ഒരു കുടിക്കുകയാണെങ്കിൽ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കുകയാണ് കേട്ടോ. അപ്പം മുന്തിരി ഒന്നും ഇട്ടിട്ടില്ല, മുന്തിരി ഇട്ട ഒരു പുളിപ്പ് വരില്ല. അപ്പോൾ നമ്മൾ പായസം മാതിരിയൊന്നും നമ്മൾ മുന്തിരി ഒന്നും ഉലുവയിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞാനിതാ അണ്ടിപ്പരിപ്പും നമ്മൾ ചെറിയുള്ളി നല്ലോണം മൂപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി മിൽമ നെയ്യിൽ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഒരു കയ്പ്പ് പോലുമില്ല. ഞാനിത് കൊടുത്ത ആൾ എന്നോട് പറയണം, ഞാൻ വിചാരിച്ച് കുറച്ചൊക്കെ കയ്പ്പ് ഉണ്ടാവും എന്ന് വിചാരിച്ച്, പക്ഷെ ഒരു കയ്പ്പ് പോലും ഇല്ല കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ഓളോട് പറഞ്ഞു ലേശം കട്ടിയാണ്. ഞാൻ ഒക്കെ കൊടുക്കുമ്പം തന്നെ കട്ടി ചൂടാറിയാലും ഒന്നും കൂടെ കട്ടിയാവുമല്ലോ. അപ്പോൾ ഓൾ പറഞ്ഞു ഞാൻ കട്ടിയാക്കാനും നിന്നിട്ടില്ല, ലൂസാക്കാനും നിന്നിട്ടില്ല, ഞങ്ങളത് കുടിച്ച് ഞാനും മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ ഈ ഉലുവക്കഞ്ഞി ഉണ്ടാക്കി നോക്കുക. നമ്മളെ ശരീരവേദനയും സന്ധിവേദന, അങ്ങനെ കാൽമുട്ട് വേദന, പ്രഷർ, ഷുഗർ, അതുപോലത്തെ എന്ത് രോഗങ്ങളുണ്ടെങ്കിലും നമുക്ക് ഈ കർക്കിടക മാസത്തിൽ ഇതുപോലത്തെ മരുന്നുകളൊക്കെ കുടിച്ചാൽ നമ്മളെ അസുഖങ്ങളൊക്കെ മാറും കേട്ടോ. പിന്നെ പ്രസവരക്ഷയൊക്കെ ഉള്ളവരൊക്കെ നമ്മൾ ഈ ഒരു മാസത്തേക്ക് കാത്തു നിൽക്കൂലേ. അപ്പോൾ ഉലുവക്കഞ്ഞി കഴിക്കും എന്ന് വിചാരിച്ചിട്ട് ആരും കുടിക്കാതെ കണ്ടിട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയാൽ ഒരു കയ്പും ഉണ്ടാവില്ല കേട്ടോ. ഏത് മക്കളും കുടിക്കും. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും.